ഡിയർ ആസ്പിറന്റ്സ്, വെൽക്കം ടു Xylem SSC RRB. അപ്പൊ നമ്മുടെ ഒറ്റയടി സീരീസിന്റെ പുതിയൊരു എപ്പിസോഡ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻസുറേഷനിലെ ഒരു ട്രിക്ക് ആണ്. മെൻസുറേഷൻ ഇതുകൊണ്ട് ഇവിടെ കാണുന്നത് പോലെ പൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ പൈ യൂസ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൈ ഇൻവോൾവ് ആയിട്ടുള്ള പൈ എവിടെയൊക്കെ ഇൻവോൾവ് ആവുന്നത്? സർക്കിൾസിന്റെ ക്വസ്റ്റ്യൻസിൽ അല്ലെ, സർക്കിളിന്റെ പെരിമീറ്റർ, സർക്കിളിന്റെ ഏരിയ അല്ലെ, 2πr, πr സ്ക്വയർ, പിന്നെ അതേപോലെ തന്നെ പിന്നെന്ത് വരുന്നുണ്ട്? സർക്കിൾ അല്ലാതെ നമ്മുടെ അതേപോലെ സിലിണ്ടർ വരുന്നുണ്ട്, സ്ഫിയർ വരുന്നുണ്ട്, ഹെമിസ്ഫിയർ. ഇതിലൊക്കെ നമുക്ക് ആരെ കാണാൻ സാധിക്കും? πr-നെയും πr സ്ക്വയറിനെയും πr സ്ക്വയർ h-നെയും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ πr, 2πr, πr സ്ക്വയർ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേഷൻ എളുപ്പാക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു റേഷ്യോ കൺസെപ്റ്റിൽ പഠിച്ചിട്ട് പോവാം. അപ്പൊ ഞാനിവിടെ എഴുതി കാണിക്കാം. നമുക്കറിയാം ഈ പൈയുടെ വാല്യൂ എന്താണ്? പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ് അല്ലെ. അപ്പൊ പൈ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ πr സ്ക്വയർ ഒക്കെ വരുമ്പം ഈ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ എളുപ്പത്തിന് നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാല്യൂ ഇപ്പുറത്ത് വന്നാൽ നല്ലതാണ്. അതായത് റേഡിയസ് 7 വന്നു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാവും. എന്തുകൊണ്ടോ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ, നമുക്ക് പൊതുവേ ക്വസ്റ്റ്യൻസ് സർക്കിൾ, അതായത് ഈ ഒരു പൈ വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ 7 അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് റേഡിയസ് ആയിട്ട് തരാറുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് പറയാൻ സാധിക്കും? 7 ആണ് റേഡിയസ് എങ്കിൽ, മക്കളെ റേഡിയസ് 7 ആണെങ്കിൽ നമുക്ക് ആ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അഥവാ 2πr, പെരിമീറ്ററിന്റെ വാല്യൂ 2πr ആണ്. പെരിമീറ്റർ കാണാൻ നിങ്ങൾ അത് ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 44 ആണ് വാല്യൂ കിട്ടുക. അതേപോലെ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ് വാല്യൂ വരുന്നത്. πr സ്ക്വയറിന്റെ വാല്യൂ നിങ്ങൾക്ക് 154 ആണ് കിട്ടുക. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടായിരിക്കണം. റേഡിയസ്, പെരിമീറ്റർ, ഏരിയ, അത് റേഡിയസ് പെരിമീറ്റർ ഏരിയ എന്നല്ല, 6 2πr πr സ്ക്വയറിന്റെ വാല്യൂ. 6 7 ആണെങ്കിൽ 2πr 44 ആയിരിക്കും, πr സ്ക്വയർ 154 ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്ത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പറ്റുവാണെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. അതായത് 7ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ബാക്കി വാല്യൂസ്. ഇപ്പൊ 7ന് നമുക്ക് അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ 14 കൊടുക്കുക അല്ലെ. 14 കിട്ടണം എന്നുണ്ടെങ്കിൽ 7നെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ 14 ആണ് റേഡിയസ് വരുന്നതെങ്കിൽ പെരിമീറ്റർ വരിക ഈ 44നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. ഇവിടെ 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ പെരിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ 44 × 2 88 വരും. ഇനി ഏരിയ കാണുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ റേഡിയസിന്റെ സ്ക്വയർ ആണല്ലേ. ഇവിടെ റേഡിയസ്, ഇവിടെയും റേഡിയസ് 2πr, 2π കോൺസ്റ്റന്റ് ആണ്. ഇവിടെ പൈ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ റേഡിയസിന്റെ സ്ക്വയർ വരുന്നത് കൊണ്ട് ഇവിടെ ഏരിയ കാണുമ്പോൾ 154നെ 2 കൊണ്ടല്ല 2ന്റെ സ്ക്വയർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 2ന്റെ സ്ക്വയർ കൊണ്ട്, അതായത് 4 കൊണ്ട് അല്ലെ. 154നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 616 കിട്ടും. ഇനി അതല്ല, ഇനി നമുക്ക് വേറൊരു വാല്യൂ നോക്കാം. 7നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് × 3 ആണെന്ന് വിചാരിക്കാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 21 ആണ് റേഡിയസ് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് 2πr അല്ലെങ്കിൽ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ 44ന് എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 44 × 3 നമുക്ക് എന്ത് കിട്ടും? 132 കിട്ടും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? πr സ്ക്വയർ അഥവാ ഏരിയ കാണാൻ എന്ത് ചെയ്യാം? ഏരിയ കാണുന്ന സമയത്ത് 3ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 154നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1386 ആണ്. അറ്റ്ലീസ്റ്റ് ഈ 3 വാല്യൂസ് 7, 14, 21 ഇത് 3ഉം വരുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് 2πrഉം πr സ്ക്വയറും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടെ വൃത്തിക്ക് എഴുതി വെക്കുവാണേ. നമുക്ക് ആരൊക്കെയാണുള്ളത്? നമ്മുടെ റേഡിയസ് അല്ലെ, റേഡിയസ്, 2πr പെരിമീറ്റർ ആൻഡ് πr സ്ക്വയർ അഥവാ ഏരിയ. ഈ πr സ്ക്വയർ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം എന്ന് പറയാൻ കാരണം വേറെ അപ്ലിക്കേഷൻ വരുമ്പം ഏരിയ അല്ല, നമുക്കിപ്പം ബാക്കിയുള്ള ഈ ഒരു സ്ഫിയറിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ πr സ്ക്വയർ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ തന്നെ വാല്യൂ ആയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ πr സ്ക്വയർ എന്ന് തന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ വാല്യൂസ് ആയിട്ട് നോക്കാം. റേഡിയസ് 7 ആണ് വരുന്നതെങ്കിൽ ഇവിടെ 44 വരും, ഇവിടെ 154 വരും. 14 ആണ് വരുന്നതെങ്കിൽ ഇവിടെ 88 വരും, നമുക്ക് ഇവിടെ എന്ത് വരും? 616 വരും. 21 ആണ് വരുന്നതെങ്കിൽ 132 വരും, ഇവിടെ 1386 വരും. ഇനി 7 × 4 28 ആണ് വരുന്നതെങ്കിൽ 176 വരും, 2464 വരും.
ഇത്രയും പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഇനി ഇത്രയും പഠിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എവിടെ വരെ പഠിക്കുക, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു 3 എണ്ണെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഇനി അതും പറ്റൂലെങ്കിൽ ഇതെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കണം. 7, 44, 154 ഒരു മാജിക് നമ്പർ പോലെ പഠിച്ചു വെക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കണക്ട് ചെയ്ത് പഠിക്കുക. 7, 44, 154, 7, 44, 154 ഇത് 3ഉം പഠിച്ചാൽ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് 7ന്റെ ഏത് മൾട്ടിപ്പിൾ ആണോ വരുന്നത് അതിനനുസരിച്ച്. അതേപോലെ തിരിച്ചും പറയാം കേട്ടോ. ഇപ്പൊ നമ്മളോട് പറയാണ് 132 ആണ് പെരിമീറ്റർ എങ്കിൽ റേഡിയസ് എന്ത്? 132 എന്ന് പറഞ്ഞാൽ 44 × 3 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം റേഡിയസ്? 7 × 3 ആണ്, 21 ആണ്. അഥവാ വേറൊരു ക്വസ്റ്റ്യൻ, 176 പെരിമീറ്റർ വരുന്ന ഒരു സർക്കിളിന്റെ ഏരിയ എന്താണ്? അപ്പൊ 176 പെരിമീറ്റർ വരണം എന്നുണ്ടെങ്കിൽ 44 × 4 ആണ് 176. അപ്പൊ ഏരിയ എന്തായിരിക്കണം? 154 × 4 സ്ക്വയർ അഥവാ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കണം 2464. അത് ചെയ്യാ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാം 176 ആണെങ്കിൽ ഇപ്പുറത്തെ ഏരിയ എന്ത് വരണം, അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എന്ത് വരണം, 2464 വരണം എന്നുള്ളത് ഡയറക്റ്റ്ലി പറയാൻ പറ്റണം. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നതിന് മുന്നേ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബാച്ചസ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പം ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന SSCക്ക് വേണ്ടി CGL എക്സാമിന്റെ നമുക്ക് കലണ്ടർ ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ബാച്ചസ് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തത് SSC CGL സെലക്ഷൻ ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ക്ലാസ്സസ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട, എല്ലാ ക്ലാസിന്റെയും ലൈവ് ക്ലാസിന്റെയും റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ബിഗിനർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഈ ഒരു CGL സെലക്ഷൻ ബാച്ചിന് ജോയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫീ വരുന്നത് 5999 ആണ്. CBT 1ഉം CBT 2ഉം എല്ലാം ഇതിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ടോപ്പിക് എല്ലാം കവർ ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. രണ്ടാമത്തത് CGL മാസ്റ്റർ ബാച്ച് ആണ്. അതായത് നിങ്ങൾ ഒരു ബിഗിനർ ഒന്നല്ല, ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ആയിട്ട് പക്ഷെ നിങ്ങൾക്ക് ഒന്ന് പോളിഷ് ചെയ്യണം, ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ CGL മാസ്റ്റർ ബാച്ച് പ്യൂർലി Tier 1 വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ചാണ്. അപ്പൊ ഇതിന്റെ ഫീ വരുന്നത് 1999 ആണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾ CGL ലെവൽ എക്സാമിനല്ല പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു 10th ലെവൽ എക്സാമിനൊക്കെ ആണെങ്കിൽ നമ്മുടെ MTS വിന്നേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ MTS വിന്നേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് MTS എക്സാമിനും അതേപോലെ തന്നെ അതേ ലെവലിൽ വരുന്ന GD എക്സാംസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പൊ ഇതിന്റെ ഫീ വരുന്നത് 2999 ആണ്. അപ്പൊ ഈ 3 ബാച്ചിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബാച്ചിനെ കുറിച്ച് എൻക്വയറി ഉള്ളവർക്കൊക്കെ നമ്മുടെ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. ഫൈൻഡ് ദ ഏരിയ ആൻഡ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇഫ് ദ റേഡിയസ് ഈസ് 14 സെന്റിമീറ്റർ. 14 സെന്റിമീറ്റർ റേഡിയസ് ആണെങ്കിൽ ഏരിയയും സർക്കംഫറൻസും ഒന്നും നോക്കാനില്ല, നമ്മളത് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? ടേബിൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പെരിമീറ്റർ അഥവാ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 88 സെന്റിമീറ്റർ വരണം. ഏരിയ എന്ത് വരണം, 616 സെന്റിമീറ്റർ സ്ക്വയറും വരണം. ഡയറക്ട്ലി അറിയാമെങ്കിൽ ഇവിടെ ആകെ തെറ്റിക്കാൻ സാധ്യത ഇതാണ്. നിങ്ങൾ ആ ഓർഡർ ഒന്നും ശ്രദ്ധിക്കൂല. ഒരു 88ഉം 616ഉം കണ്ട് ഓപ്ഷൻ A കൊടുത്താൽ തെറ്റും. ഇവിടെ ഏരിയ ആണ് ഫസ്റ്റ്, പിന്നെ സർക്കംഫറൻസ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചത് ആദ്യം പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് പിന്നെ ഏരിയ ആണ്. അപ്പൊ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് 88 സെന്റിമീറ്ററും ഏരിയ 616 സെന്റിമീറ്റർ സ്ക്വയറും വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കി, ഞാൻ അവിടെ എന്ത് ചെയ്തില്ല, നമ്മൾ പെന്നും പേപ്പറും ഒന്നും ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ടേബിൾ ബൈഹാർട്ട് ആണെങ്കിൽ ഡയറക്റ്റ് എന്താണ്, ആൻസർ ആണ്. പരിപാടി കഴിഞ്ഞു. അടുത്ത നോക്കാം. ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 88 സെന്റിമീറ്റർ ദെൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ? പെരിമീറ്റർ തന്നിട്ടുണ്ട്, ഏരിയ കാണാന് 88 ആണ് പെരിമീറ്റർ എങ്കിൽ ഏരിയ എന്തായിരിക്കണം? തൊട്ട് മുന്നേ ചെയ്തു, 616 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി ഞാൻ ഇത് 88ന് പകരം വേറെ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പെരിമീറ്റർ 88 സെന്റിമീറ്റർ കിട്ടുമ്പോൾ ഈ 88 44ന്റെ ഏത് മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. 88നെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് വരുന്നത്. അപ്പൊ 2 × 44 ആണ് 88. അപ്പൊ ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഏത് സംഖ്യ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ പവർ കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യാം? 2ന്റെ പവർ കൊണ്ട് 154. നമ്മൾ 7ന്റെ ബേസിക് ആയിട്ടുള്ള 7 വരുമ്പോൾ വരുന്ന ഏരിയനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The radius of a circular garden is 42 meter. The distance in meter covered by running 8 rounds around it is. ഒരു സർക്കുലർ ഗാർഡന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ആ സർക്കുലർ ഗാർഡൻ 8 റൗണ്ട് ഓടുമ്പോൾ കവർ ചെയ്യുന്ന ദൂരം കാണണമെന്നുണ്ടെങ്കിൽ
എടാ നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു ഗാർഡൻ, സർക്കുലർ ഷേപ്പിലുള്ള ഗാർഡൻ നമ്മൾ ഒരു റൗണ്ട് ചുറ്റി വരിക എന്ന് പറഞ്ഞാൽ എത്ര ദൂരം നമ്മൾ കവർ ചെയ്തു? ആ കവർ ചെയ്യുന്ന ദൂരത്തെയാണ് നമ്മൾ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ 2πr എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ 8 റൗണ്ട് ഓടണം എന്ന് പറയുമ്പോൾ 8 × 2πr ആണ് കാണേണ്ടത്. ഇനി 2πr കാണാൻ നമ്മൾ എന്ത് ചെയ്യാം? റേഷ്യോ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. റേഡിയസ് 42 സെന്റിമീറ്റർ. റേഡിയസ് 42 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 6 × 7 ആണ് 42. 7നെ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2πr കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ബേസിക് ആയിട്ട് 7 വരുമ്പം വരുന്ന പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ആരായിരുന്നു? 44. അതിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2πr കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ ഒരു 8ഉം കൂടെ ഉണ്ട്. 8 × 2πr കാണണ്ട അല്ലേ? 2πrന്റെ വാല്യൂ 7ന്റെ പെരിമീറ്റർ 44നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. എന്നിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, യൂൺ ഡിജിറ്റ് പറ്റൂല, കാരണം 4 8 32, 2 6 12, 2 ആണ് യൂൺ ഡിജിറ്റ് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ചെയ്തു നോക്കാം. 6 8 48, 48 × 4 192, 192, 2112 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 21 സെന്റിമീറ്റർ? മക്കളെ, സ്ഫിയർ, ഹെമിസ്ഫിയർ, പിന്നെന്തായിരുന്നു നമ്മുടെ സിലിണ്ടർ, കോണ്, ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണേ. നമുക്ക് അപ്ലിക്കേഷനെ നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ, എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ഒരു സർഫസ് സ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ. സ്ഫിയറിന് കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയ ഒക്കെ സെയിം ആണ്. കാരണം ഒരു പന്താണ് അല്ലെ, ഒരു ബോളാണ്. ആ ബോളിന്റെ ചുറ്റിലുള്ള കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയ ഒക്കെ ഒന്ന് തന്നെയാണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4πr² ആണ്. 4πr². അപ്പൊ നമുക്കിതാ 4πr²ൽ πr² കണ്ടുപിടിക്കാനുള്ള വകുപ്പ് നമുക്കുണ്ട്. പിന്നെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റേഡിയസ് 21. റേഡിയസ് 21 എന്ന് പറഞ്ഞാൽ 3 × 7, 3 × 7 ആണ്. അപ്പൊ ഇവിടെ πr² വാല്യൂ എന്താ വരേണ്ടത്? 154 × 3² അല്ലെങ്കിൽ 9. നമുക്ക് ആ വാല്യൂ അറിയാം, 1386 അല്ലേ? അത് അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. 4 × πr² വാല്യൂ കൊടുക്കേണ്ടത് 7 വരുമ്പോൾ ഉള്ള ഏരിയ 154 ഇൻറ്റു 3 ആണ് ഇവിടെ വരുന്നത്. 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 3ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 × 154 × 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇവിടെ വെച്ച് നമുക്ക് പരിപാടി നിർത്താം. കാരണം 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഡിജിറ്റ് സം 9 വരുന്ന ഓപ്ഷൻസ് നോക്കിയാൽ മതി, കിട്ടുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഡിജിറ്റ് സമ്മും യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് പോവാം. 9 ഡിജിറ്റ് സം വരുന്ന ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 1 + 2 3, 2 5 3 8. ഓപ്ഷൻ എ വരില്ല. 2 2 4 5 9 3 ഡിജിറ്റ് സം വരൂല. സിയിൽ 5 + 4 9, 5 + 4 9. ഓപ്ഷൻ സി ഡിജിറ്റ് സം 9 ആണ്, പക്ഷെ അവിടെ ഉറപ്പിച്ചുകൂടാ. ഡി കൂടെ ചെക്ക് ചെയ്യണം. 1 + 8 9, 4 + 8 12, 1 + 2 3 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി അല്ല. അപ്പൊ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച എല്ലാ മെത്തേഡും ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the total surface area of a hemispherical solid having radius 14 centimeter? ഹെമിസ്ഫെരിക്കൽ സോളിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ മക്കളെ വരിക? ഒരു ഹെമിസ്ഫെരിക്കൽ ആയിട്ടുള്ള ഷേപ്പ് എങ്ങനെയാ വരുന്നത്? ഇങ്ങനെയാ വരുന്നത് അല്ലേ? അതായത് നമുക്ക് ഒരു സ്ഫിയറിനെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ഈ മുകൾ ഭാഗത്തുള്ള ഈ ഒരു ഏരിയ വരുന്നുണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ, മറ്റേ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ പകുതി 4πr² പകുതി 2πr². പിന്നെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഷേപ്പിലാണ്, അതിന്റെ ഏരിയ πr². അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വന്നു? 3πr² ആണ് ഹെമിസ്ഫെരിക്കൽ സോളിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ 3πr² ആണ് കാണേണ്ടത്. πr² നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്യാം. റേഡിയസ് 14 സെന്റിമീറ്റർ അല്ലെ? റേഡിയസ് 14 സെന്റിമീറ്റർ ആണെങ്കിൽ πr² നമ്മൾ പഠിച്ചിട്ടുണ്ട് 616 ആണ്. സോ ഇവിടെ കൊടുക്കുമ്പോൾ 3 × 616, 3 × 616 1848 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ എന്ന് പറയാം. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കാം. എ ഫീൽഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ. The cost of fencing around it at 12 per meter is rupees 2640. What is the area in meter square of the field?
ഒരു സർക്കുലർ ഫോമിലുള്ള ഒരു ഫീൽഡാണ്, സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റും വേലി കെട്ടണം. വേലി കെട്ടാൻ 1 മീറ്ററിന് 12 രൂപ വെച്ച് ടോട്ടൽ 2640 രൂപ ആവാന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ എത്ര മീറ്റർ ആണ്? ഇതിന്റെ പെരിമീറ്റർ ആണ് അല്ലെ നമുക്ക് കവർ ചെയ്യേണ്ടത്. അപ്പം പെരിമീറ്റർ ഇൻറ്റു 12 രൂപ 2640 വരുന്നുണ്ടെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 2640 ഡിവൈഡഡ് ബൈ 12. 26 12 2 തവണ 24, ബാക്കി 2 24 2 തവണ 220. ക്വസ്റ്റ്യൻ ഇപ്പൊ എന്താ മക്കളെ? പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് 220 മീറ്റർ വരുന്ന ഒരു സർക്കിളിന്റെ ഏരിയ കാണാനാണ് നമ്മൾ റേഷ്യോ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അതായത് 7 ആണ് വരുന്നതെങ്കിൽ 44 മീറ്റർ ആണ് പെരിമീറ്റർ വരേണ്ടത്. അപ്പം 7ന്റെ എത്ര മൾട്ടിപ്പിൾ ആണ് റേഡിയസ് എന്ന് നോക്കണമെങ്കിൽ 44 ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 220 കിട്ടാൻ നോക്കിയാൽ മതി. 220നെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആണ്. അതായത് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 7 × 5 35 ആയിരിക്കും. 7ന്റെ ഏത് മൾട്ടിപ്പിൾ ആണെന്നാ നമുക്ക് നോക്കേണ്ടത്? 5 ആണ് അല്ലെ, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഏരിയ എങ്ങനെ വരിക? ഏരിയ ഈസ് ഈക്വൽ ടു 7ന്റെ ഏരിയ 154ന് എന്ത് ചെയ്താൽ മതി? 5ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 154 × 25 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്താൽ മതി. 4 × 5 20. 0 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. ഓപ്ഷൻ ഡി 3850 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ 4158 സെന്റിമീറ്റർ, ഫൈൻഡ് ദ ഡയാമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ. ശ്രദ്ധിക്കുക, ഡയാമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കണേ. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ തന്നിട്ടുണ്ട്. നമ്മൾ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് ഈക്വൽ ടു 3πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4158 എങ്കിൽ πr² നമുക്ക് എങ്ങനെ കാണാം? πr² കിട്ടിക്കഴിഞ്ഞാൽ ആ റേഷ്യോ വെച്ച് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയാമീറ്റർ ഈസ് ഈക്വൽ ടു 2 × റേഡിയസ് ആണ്. πr² കാണണമെങ്കിൽ 4158 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ബാക്കി 2 25 24 18 3 18 1386 കാണുമ്പോൾ ആരും ഓർമ്മ വരണം? റേഡിയസ് എന്താവുമ്പോഴാണ് 1386 πr² അല്ലെങ്കിൽ ഏരിയ വരുന്നത്? πr² എന്ന് വെച്ചാൽ മതി. ഏത് വരുമ്പോഴായിരുന്നു? അതായത് 154 × 3ന്റെ സ്ക്വയർ ആണല്ലേ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 1386നെ ഏരിയ 7ന്റെ ഏരിയ 154 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 9 ആണ്. 9 ആരുടെ സ്ക്വയർ ആണ് നോക്കുക? 3ന്റെ സ്ക്വയർ ആണ് 9. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കണം? 7 × 3 ആയിരിക്കണം, അഥവാ 21. നേരെ പോയി ആൻസർ 21 കൊടുക്കരുത്, തെറ്റും. കാരണം നമ്മളോട് റേഡിയസ് അല്ല ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2 × റേഡിയസ് 21 42 ആണെന്ന് പറയാൻ സാധിക്കും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് ഡയമീറ്റർ 7 സെന്റിമീറ്റർ. 7 പെട്ടെന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ ഓടിച്ചാടി കയറി എന്ത് ചെയ്യരുത്? 7 ആണല്ലോ, ടോട്ടൽ സർഫസ് ഏരിയ 3πr² ആണല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 154 ആണല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം 7 ഡയാമീറ്റർ ആണല്ലേ, 7 ഡയാമീറ്റർ ആണ്. റേഡിയസ് എന്ത് വരും? 7/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5. 3.5 അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. 7/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 × 1/2 ആണ്. അപ്പൊ 1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ πr² എങ്ങനെ വരും? πr² എന്ന് പറയുന്നത് നമ്മുടെ 7ന്റെ ഏരിയ ആയിട്ടുള്ള 154നെ 1/2ന്റെ സ്ക്വയർ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. അപ്പൊ ഇവിടെ 3πr² എങ്ങനെ വരും? 3 × 154 × 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്യുന്ന സമയത്ത് 154 × 1/4 എന്നൊക്കെ പറയുമ്പം 231 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 115.5 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നോക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ കോൺ? അയ്യോ, വോളിയം ഒക്കെ വന്നല്ലോ എന്ന് വിചാരിക്കുക, ഞാൻ അതിലോട്ട് എത്താം. വോളിയം ഓഫ് എ കോൺ ആണ്. കോണിന്റെ വോളിയം ഹൂസ് ഹൈറ്റ് ഈസ് 18 സെന്റിമീറ്റർ ആൻഡ് റേഡിയസ് 7 സെന്റിമീറ്റർ. മക്കളെ, കോണിന്റെ വോളിയം എന്താണ്? വോളിയം ഓഫ് എ കോൺ ഈസ് ഈക്വൽ ടു 1/3. അതാ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം, എന്നാലേ ഇത് ഈസി ആവുള്ളൂ. ഇക്വേഷൻ പഠിക്കാതെ ഇത് എങ്ങനെയാ ചെയ്യാന്ന് ചോദിക്കരുത് കേട്ടോ. 1/3 πr²h. നമുക്ക് πr² കണ്ടുപിടിക്കാനുള്ള ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. h നമുക്ക് തന്നിട്ടുമുണ്ട്. 1/3 ഓൾറെഡി അവിടെ ഉണ്ട്.
ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ കാണണമെങ്കിൽ റേഡിയസ് 7 സെന്റിമീറ്റർ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ നമുക്കറിയാം 154 ആണ്. ഇൻറ്റു ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 18 ആണ്. 3 18 6 തവണ 154 ഇൻറ്റു 6 4 6 24 4 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒറ്റ ഓപ്ഷൻ ആണ് 924 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ദ ആൻസർ എന്ന്. എത്ര പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ടെന്ന് നോക്കിക്കേ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു അപ്രോച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു 4-5 ക്വസ്റ്റ്യൻസും കൂടെ ഇട്ടിട്ടുണ്ട്. അത് എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ഫാക്കൽറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. മാത്സ് ഗൈഡ് ബൈ SNB എന്ന് പറയുന്ന ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, PDF കിട്ടുന്നതാണ്. അതിൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടണം. അത് മാത്രം പോരാ, ഈ ഒരു സീരീസ്, ഒറ്റയടി സീരീസ് എന്ന് പറയുന്ന സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ, ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സജഷൻസും എല്ലാം തന്നെ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും നിങ്ങളുടെ ആ ഒരു എൻകറേജ്മെന്റിനനുസരിച്ചാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുള്ളൂ, കണ്ടിന്യൂ ചെയ്യുള്ളൂ. നിങ്ങൾ എന്താണ് പുവർ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ നമ്മളിത് പരിപാടി നിർത്തുവേ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് നമുക്ക് പ്രോത്സാഹനം തരാൻ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്താ നമ്മുടെ പുതിയ ബാച്ചസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം, CGL സെലക്ഷൻ ബാച്ച് ഉണ്ട്, അതായത് ബിഗിനേഴ്സിന് വേണ്ടി CGL സെലക്ഷൻ ബാച്ച് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള റിപ്പീറ്റേഴ്സിന് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് ഏകദേശം സെറ്റ് ആയ ആളുകൾക്ക് ഒന്നുകൂടെ പോളിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാസ്റ്റർ ബാച്ച് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ MTS 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് MTS വിന്നേഴ്സ് ബാച്ചും ഉണ്ട്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ്, നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വാസത്തോടു കൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.